കഴിഞ്ഞ ജൂലൈ 9-ാം തീയതി മാർട്ടിന് 8 വയസ്സായ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാൻ പോയി. ലഞ്ച് മാർട്ടിൻ തന്നെ ഓർഡർ ചെയ്തു. ഞങ്ങൾക്ക് കിട്ടിയത് 7-ാം നമ്പർ ടേബിളാണ്. ആ ടേബിളിലേക്ക് റോബോട്ടാണ് ഞങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടുള്ള ഫുഡ് ഞങ്ങൾക്ക് കൊണ്ട് തന്നത്. സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് കൊഞ്ച് ഫ്രൈയും മാർട്ടിൻ്റെ ഫേവറേറ്റ് ഡ്രിങ്കുമാണ്. അത് കൊണ്ട് തന്ന റോബോട്ട് ഒരു ചിരിയൊക്കെ പാസ്സാക്കി റോബോട്ട് കടന്നുപോയി. അപ്പോൾ റോബോട്ട് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടു തരുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റോബോട്ടൊക്കെ ഫുഡ് കൊണ്ടു തന്ന് ഞാനും മാർട്ടിനെല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടർ പയ്യെ എൻജോയ് ചെയ്ത് തുടങ്ങി. സ്റ്റാർട്ടർ എൻജോയ് ചെയ്ത് മാർട്ടിൻ്റെ ഫേവറേറ്റ് ഡ്രിങ്ക് എല്ലാം കുടിച്ചു. ഇത് നല്ല വിവിധ കളറിലുള്ള ഒരു ഡ്രിങ്കാണ്. വലിയ ഹോട്ടലുകളിലുള്ള പോലെ തന്നെ ഫുഡ് ഓർഡർ ചെയ്താൽ വരാനായിട്ട് ഒരു അരമണിക്കൂറോളം താമസം എടുക്കും. അപ്പോൾ അത് വരാൻ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് മാർട്ടിൻ്റെ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടുത്തി. ഇതേ ഡ്രിങ്ക്, ചിപ്സ് സാധനം എല്ലാം മാർട്ടിൻ. ഇതാണ് കണ്ടോ, 3 കളറോട് കൂടി ആഡ് ചെയ്തിരിക്കുന്ന ഡ്രിങ്കാണിത്. അതിൻ്റെ മുകളിൽ കുടയൊക്കെ വെച്ച് ഇതുണ്ട്, ഒരു സ്ട്രോയൊക്കെ ഇട്ട്. അതുകൂടാതെ ചിപ്സും മാർട്ടിന് ഫേവറേറ്റ് ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. ഞാനും സനുവും ഇതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. അതിനിടയിൽ മാർട്ടിന് സ്റ്റാർട്ടറായിട്ട് വന്ന കൊഞ്ച് ഫ്രൈ, മാഗ്നേറ്റ് ചെയ്ത കൊഞ്ച് ഫ്രൈ ആണിത്. അത് ഞങ്ങൾക്കെല്ലാം കൂടെ ടേസ്റ്റ് ചെയ്തു. അതെല്ലാം ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ എൻജോയ് ചെയ്തിരിക്കുന്നതിനിടയ്ക്കാണ് രണ്ടാമതും റോബോട്ട് ഞങ്ങളുടെ ടേബിൾ ലക്ഷ്യമാക്കി വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 7-ാം നമ്പർ ടേബിളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ആ റോബോട്ട് ഒരു കണ്ണൊക്കെ തുറന്ന് ചിരിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്ത പോർക്ക് ബെല്ലിയും മറ്റ് ബർഗർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതാണ് കണ്ടോ, റോബോട്ട് വന്ന് നമ്മുടെ അടുത്ത് നിൽക്കും. അന്നേരം നമ്മുടെ ഹോട്ടൽ ജീവനക്കാർ തന്നെയാണ് നമുക്കെടുത്ത് സെർവ് ചെയ്യുന്നത്. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത പോർക്ക് ബെല്ലി. പോർക്ക് ബെല്ലിയുടെ കൂടെ മത്തങ്ങയുണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ബ്രോക്കോളി ഉണ്ട്. അങ്ങനെ നല്ല വെജിറ്റബിളോട് കൂടി ഗ്രേവി എല്ലാം ഒഴിച്ച ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ബർഗറാണ്. ബർഗർ നമ്മുടെ നാട്ടിൽ കിട്ടും പോലത്തെ ബർഗറൊന്നുമല്ല. ഇത് നല്ലൊരു ഹെവി ആയിട്ടുള്ള ബർഗർ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വെജിറ്റബിളും ഉണ്ട്, മീറ്റ്, അങ്ങനെ എല്ലാ സാധനവും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റായ ഒരു സംഭവം തന്നെയാണിതും. ഇപ്പോൾ അങ്ങനെ പോർക്ക് ബെല്ലിയും സംഭവം എല്ലാം ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു. വളരെ നല്ല രുചിയോട് കൂടി സംഭവമാണ്. അപ്പോൾ നല്ല ചൂട നമുക്ക് ഇങ്ങനെ പോർക്ക് ബെല്ലിയൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാനും സനുവും കൂടി പോർക്ക് ബെല്ലിയൊക്കെ ടേസ്റ്റ് ചെയ്ത് റോബോട്ട് ഞങ്ങൾക്കുള്ള പോർക്ക് ബെല്ലിയെല്ലാം തന്ന് തിരിച്ചു പോയി. ബീഫും ഫോർക്കും സ്പൂണും എല്ലാം പ്രത്യേകം പാക്കറ്റിലാക്കി തന്നെ ഉണ്ട്. അതുപോലെ തന്നെ മാർട്ടിൻ മറ്റൊരു സാധനം കൂടെ ഓർഡർ ചെയ്തു, മാർട്ടിൻ്റെ ഫേവറേറ്റ് ഐസ്ക്രീം. നമ്മുടെ അടുത്തേക്ക് റോബോട്ട് വന്നു, ഐസ്ക്രീം വിതരണം ചെയ്തു. റോബോട്ട് എന്നിട്ട് തിരിച്ചു പോവുകയാണ്. ഇതാണ് മാർട്ടിൻ്റെ ഐസ്ക്രീമാണിത്. ഇതുണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇത് ചോക്ലേറ്റ് ഐസ്ക്രീം, പ്രത്യേകം വഞ്ചിയുടെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിലൊക്കെയാണ് അവർ തന്നത്. അപ്പോൾ മാർട്ടിൻ ഇങ്ങനെ ഐസ്ക്രീമൊക്കെ ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ മാർട്ടിൻ്റെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തേക്കുക. ഇനി ഇങ്ങനെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കാണാം. നമസ്കാരം.